സ്നേഹമുള്ളവരെ, വിശ്വശില്പിയായ മൈക്കലാഞ്ചലോ ഒരിക്കൽ പറഞ്ഞു, കല്ലിൽ ഞാനൊരു ദേവതയെ കണ്ടു, അത് പുറത്തു വരുവോളം ഞാൻ അതിനെ കൊത്തിക്കൊണ്ടേയിരിക്കുമെന്ന്. വിശ്വശില്പിയായ സർവശക്തനായ ദൈവം തമ്പുരാൻ വർഷങ്ങൾക്ക് മുമ്പ് കുടമാളൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ പിറന്ന പെൺകുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇവളിൽ ഞാനൊരു വിശുദ്ധയെ കാണുന്നു, അത് പുറത്തു വരുവോളം ഞാൻ അതിനെ കൊത്തിക്കൊണ്ടേയിരിക്കുമെന്ന്. അതെ, പറഞ്ഞു വരുന്നത് നമ്മുടെ എല്ലാം സന്തോഷമായ അഭിമാനമായ ഭാരതസഭയുടെ തന്നെ വലിയ വിശുദ്ധയായ അൽഫോൻസാമ്മയെ കുറിച്ചാണ്. സ്നേഹമുള്ളവരെ, ഒരു സാധാരണ പാവപ്പെട്ട കന്യാസ്ത്രീ എന്നതിലുപരി മറ്റെന്ത് വിശേഷണമാണ് അൽഫോൻസാമ്മയ്ക്ക് ഉണ്ടായിരുന്നത്? സ്നേഹം തോന്നുമ്പോൾ ഇടറി നോക്കുകയും വേദന തോന്നുമ്പോൾ കരയുകയും ദേഷ്യം വരുമ്പോൾ കുറ്റം പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാധാരണ ഗ്രാമീണ കന്യക. കന്യകാലയത്തിൻ്റെ ഉള്ളിലാണെങ്കിലും സ്കൂളിൽ പോയി പഠിപ്പിക്കുന്ന ഒരു സാധാരണ അധ്യാപിക എന്നതിനും അപ്പുറത്ത് ലോകം വലുതായി കാണുന്ന മറ്റൊന്നും അൽഫോൻസാമ്മ ചെയ്തതായി കേട്ടിട്ടുമില്ല, പറയുന്നുമില്ല. വലിയ വലിയ വിശുദ്ധർക്കുണ്ടായിരുന്നത് പോലെ പഞ്ചശതങ്ങൾ ഉണ്ടായിരുന്നെന്നോ അതുമല്ലെങ്കിൽ രക്തസാക്ഷിത്വമകുടം ചാർത്തിയെന്നോ എന്നൊന്നും അൽഫോൻസാമ്മയെക്കുറിച്ച് പറയുന്നില്ല. മറിച്ച് അവളുടെ ജീവിതം സഹനമായിരുന്നു എന്നാണ് പറയുക. എഴുത്തുകാർക്കും അഭിഭാഷകർക്കും രാഷ്ട്രീയക്കാർക്കും പ്രഘോഷകർക്കുമെല്ലാം വാക്കാണ് ആയുധമെങ്കിൽ അൽഫോൻസാമ്മയുടെ ആയുധം സഹനമായിരുന്നു. ഉരുക്കിടുന്നു മെഴിനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി, മനുഷ്യഹൃത്താം കനകത്തെ ഏതോ പണിത്തരത്തിന് ഉപയുക്തമാക്കാൻ എന്ന നാലപ്പാട്ട് നാരായണമേനോന്റെ വരികളാണ് അൽഫോൻസാമ്മയുടെ സഹന ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന ഗാന്ധിജിയുടെ വാക്കുകൾ അൽഫോൻസാമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഏറെ പ്രസക്തമാണ്. ക്രൈസ്തവ സാക്ഷ്യത്തിന് ഉത്തമ ഉദാഹരണമാണ് അൽഫോൻസാമ്മ. അൽഫോൻസാമ്മ പറയുന്നുണ്ട്, മുന്തിരിപ്പഴങ്ങൾ ചക്കിലിട്ട് ഞെക്കി ഞെരിച്ച് കഴിയുമ്പോൾ അത് വീര്യമുള്ള വീഞ്ഞായി മാറും. കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നിറഞ്ഞ് നമ്മുടെ ജീവിതം ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ നമ്മൾ ഏറെ ആത്മവീര്യമുള്ളവരായി മാറുമെന്ന്. ജീവിതത്തിൽ വരുന്ന സഹനങ്ങൾ ദൈവം തരുന്നതായി കണ്ട് അവ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് മൂല്യം വർദ്ധിക്കുകയാണ്, ശ്രേഷ്ഠത വർദ്ധിക്കുകയാണ്. ഭാരതത്തിൻ്റെ വിശ്വാസവീതിയിൽ അൽഫോൻസാമ്മ ഒരു അമ്മ മരമാണ്. ആ അമ്മ തണലിൽ നമുക്കും വിശ്വാസമുണ്ട്, സ്നേഹത്തിൻ്റെ തുടിപ്പുകളുണ്ട്. ഭരണജ്ഞാനത്തെ ഭാരതത്തിൻ്റെ ലിസ്യുവാക്കി മാറ്റിയ അൽഫോൻസാമ്മയുടെ സ്വർഗീയ മാധ്യസ്ഥം നമുക്കും യാചിക്കാം. നന്ദി, നമസ്കാരം.